ഹായ് ഹലോ എല്ലാവർക്കും എന്തൊക്കെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഈ വീട്ടിലെല്ലാവർക്കും ഏതാണ്ട് ഒരേപോലത്തെ സ്വഭാവമാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൂടെയും പറമ്പിക്കൂടെയൊക്കെ ഇങ്ങനെ വായി നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദേ ഒരാൾ മതിലേ കയറി ഇരുന്നാണ് രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെയിലാവുന്നതിന് മുന്നേ ഒന്ന് ഉണക്കാനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും അയലക്കറിയും അയല വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ മീൻ വറുത്തതിൻ്റെ മുകളിലിങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ സവാളയൊക്കെ അരിഞ്ഞിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ദിവസമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോക്കും വരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് തലവേദനയൊക്കെ ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ കുറച്ച് ഒന്ന് താമസിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മച്ചി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയായിരുന്നു. മീൻകറിയൊക്കെ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസത്തെ മീൻകറിയല്ലേ, മീൻ എപ്പോൾ വാങ്ങിച്ചാലും നമ്മളത് അപ്പം തന്നെ കറി വെച്ച് വെക്കും. പിറ്റേ ദിവസം രാവിലത്തേക്കാണെന്നിട്ട് എടുക്കുകയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒട്ടും സമയം കളയാനില്ലായിരുന്നു. അമ്മച്ചീനെ കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇന്നാണ് ചെല്ലാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒത്തിരി താമസിച്ചാൽ നല്ല തിരക്കായിപ്പോവും, അതുകൊണ്ട് ഓടി വരാം. അമ്മച്ചിയാണെങ്കിൽ ഈ ഇടയായിട്ട് ഈ ഹോസ്പിറ്റലിൽ കയറി ഇറക്കം ഒരു ഹോബിയായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈയിടെയായിട്ടല്ല കേട്ടോ, അമ്മച്ചിക്ക് ലേശം പിരിവിരിപ്പ് കൂടുതലായതുകൊണ്ട് എവിടെയെങ്കിലും ഉരുണ്ട് പടച്ച് വീഴുന്ന ഒരു പതിവ് ചെറുപ്പം തൊട്ടേ ഞങ്ങളൊക്കെ കാണുന്നതാണ് കേട്ടോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മുറ്റത്ത് എവിടെയോ ഉരുണ്ട് വീണ് നെറ്റിയിൽ ഒരു 4-5 സ്റ്റിച്ചിനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി റെസ്റ്റൊക്കെ എടുത്തിരുന്നത്. നമ്മുടെ കിങ്കോയെ കൂടാതെ പുറത്തുള്ള പട്ടിക്കുട്ടനാണ് ജാക്കി. ഈ കഴിഞ്ഞ മാസമാണ് വെറുതെ നിന്ന് ജാക്കിയുടെ മെക്കിട്ട് കയറി അവൻ്റെ കടി വാങ്ങിച്ച് വാക്സിനൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അതിനു മുന്നേ ഒരു ദിവസം എങ്ങാണ്ടെന്നോ വന്നൊരു അണ്ണാനുമായിട്ട് കൂട്ടുകൂടി അതിന് പാലും പഴമൊക്കെ കൊടുത്ത് സ്നേഹിച്ചിട്ട് അതൊരു ദിവസം കൈക്കിട്ട് കടിച്ചിട്ട് പോയി കേട്ടോ. അതിനും വാക്സിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നതായാലും എനിക്ക് മൊത്തത്തിൽ നല്ല തിരക്കാണ്. UAE വന്ന ശേഷം ഇതുപോലെ കാറ് പാർലറിൽ പാർക്ക് ചെയ്യാനായിട്ട് അധികം സാഹചര്യം കിട്ടാറില്ല. എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തരുന്നൊരു കാര്യമാണ് ഇതുപോലെ കാറ് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. പെണ്ണുങ്ങൾക്ക് പൊതുവെ കാറ് പാർക്ക് ചെയ്യാൻ അറിയില്ല എന്നൊരു പൊതു സംസാരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ ഹോസ്പിറ്റലിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ടൗണിലേക്കാണ്. ഫാൻറ്റസി സിൽക്സിലൊന്ന് കയറണമായിരുന്നു. എനിക്കും അമ്മച്ചിക്കും കൂടെ കുറച്ച് ഇന്നേഴ്സൊക്കെ എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ ഓൺലൈനാണ് വാങ്ങിക്കാറ്, പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ഷോപ്പിൽ വരുന്നത്. ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉള്ള പോലെ തോന്നി കേട്ടോ. നൈറ്റ് വെയേഴ്സ് ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ടോപ്പിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടു. പിന്നെ നൈറ്റി കാര്യങ്ങളൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിലയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇന്നേഴ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ച് നോക്കാം എന്ന് വിചാരിച്ചത്. ആദ്യമായിട്ട് വന്നപ്പോൾ അമ്മച്ചിക്ക് നൈറ്റി ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടുന്ന് വീണ്ടും എടുക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് പുൽക്കൂടല്ല, ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ആംബിയൻസ്. നമുക്ക് ഇവിടെ നിന്നൊരു ഗിഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മാസം ലാസ്റ്റ് വരെ സമയമുണ്ട്. എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ ഓഫറൊക്കെ കിട്ടും. അങ്ങനത്തെ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഒരു നാരങ്ങ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയ കടയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുറ്റത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിപ്പോൾ ഇതൊന്നും നോക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. ചെടി നല്ല പൂത്ത് നിൽക്കുന്നത്. വെയിൽ തെളിയുമ്പം വിരിയുന്ന പൂവാണ് കേട്ടോ. വെയിൽ മങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അത് വാടിയും പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വിശന്നായിരുന്നു. അതുകൊണ്ട് ചോറെടുത്തു പെട്ടെന്ന് തന്നെ. മാങ്ങാച്ചാറുണ്ട്, ചോറുണ്ട്, പിന്നെ മോര് ചാറുണ്ട്, പിന്നെ കൂർക്ക മെഴുക്കുവരട്ടിയല്ല, കൂർക്ക തീയലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. കാരണം പുറത്ത് നല്ല വെയിലായതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നല്ല ടയർഡാവും കേട്ടോ. കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും ഇവള് പിന്നെ വൈകുന്നേരം വന്നിട്ട് അവൾക്കാണെങ്കിൽ നോട്ട്സിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് വൈകുന്നേരം സന്ധ്യ ആവാറാകുമ്പോഴത്തേക്കും പോവാം. കാരണം ടൗൺ നല്ല രസമായിരിക്കും ഇപ്പോൾ കാണാൻ. നമുക്ക് 8-ാം തീയതി ജൂബിലി പെരുന്നാളാണ്. അതുകൊണ്ട് ടൗണൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ ക്രിസ്മസ് മാർക്കറ്റും ഒക്കെ ആക്റ്റീവായിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് സന്ധ്യ സമയത്ത് ഇരുട്ടാവുമ്പോൾ തിരിച്ച് വരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പോയാൽ മതി. ഇവളാണെങ്കിൽ കണ്ടിട്ടുമില്ല. ഞാനാണെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ പോയായിരുന്നു കേട്ടോ. അങ്ങനെ ടൗണിലെത്തി. ചെറുതായിട്ട് ബ്ലോക്കൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. നല്ല തിരക്കാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു തരത്തിലും വിടത്തില്ല ഈ സമയത്തൊന്നും ടൗണിലേക്ക്. ഈ ഒരു സീസണിൽ ഒട്ടും വിടത്തില്ല. ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞാണ് ചാടിയത് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നത്. ഇതാണ് നമ്മുടെ പാലായിലെ ജൂബിലി കപ്പേള. ഇവിടെയാണെങ്കിൽ നൊവേനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് കയറിയില്ല. നമ്മളെന്തായാലും ജൂബിലിക്ക് വരുന്നുണ്ട്. അന്നേരം വന്ന് നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് നൊവേനയൊക്കെ കൂടി പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങളൊന്ന് ഇരുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കറങ്ങി നടക്കുകയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കയറുന്ന കഫേയിലൊന്ന് പോയി നോക്കാം. അവിടെ വണ്ടി ഇടാൻ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് കോഫിയൊക്കെ കുടിച്ച് എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ കഴിച്ചിട്ട് വർത്താനൊക്കെ
പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കാം എന്ന് വിചാരിച്ചു. 8-ാം തീയതിയാണ് ഇവിടുത്തെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈ റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ജൂബിലി മുഴുവനായിട്ടും ഞാനങ്ങനെ കണ്ടിട്ടും കൂടിയിട്ടും ഒന്നുമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വിശദമായിട്ട് വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ടൗണിൽ വരുമ്പം എപ്പോഴും കയറുന്ന കഫേയിലൊന്ന് കയറി 2 കോഫി കുടിച്ചു. അവളൊരു ഇലയുടെയും കഴിച്ചു, ഞാനാണെങ്കിൽ ഒരു സുഖിയനും കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം തിരക്കായിരുന്നു. ഈ സമയം ആയതുകൊണ്ട് എല്ലാം തീർന്നു പോയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ഒരു സ്റ്റാർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് ഈ ഷോപ്പിലൊന്ന് കയറിയത്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇവിടേക്ക് ഒന്ന് കാണണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ സമയത്ത് ഇറങ്ങിയത് കേട്ടോ. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അങ്ങനെ ഒരു സ്റ്റാർ മാത്രമാണ് കേട്ടോ ഇന്നത്തേന് ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. ലാസ്റ്റ് ഇയർ ഞാൻ കുറച്ച് ഡെക്കോർസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എല്ലാ വർഷവും അങ്ങനെ വാങ്ങിക്കാറില്ലല്ലോ. പഴയ സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിക്കും കേട്ടോ. ഇത്തവണ എന്തായാലും കാര്യമായിട്ടുള്ള പർച്ചേസ് ഒന്നുമില്ല. ഞങ്ങളങ്ങനെ വെറുതെ ഒന്ന് ടൗൺ ഫുള്ള് ഒന്ന് കറങ്ങുകയാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു, എന്തായാലും ഇറങ്ങിയതല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല, അമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാത്രിയിലായാലും പകലായാലും ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈഫിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര ഇഷ്ടമുള്ളതും ആഗ്രഹമുള്ളതും അതുപോലെ തന്നെ ഒട്ടും സാധിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ യാത്രകൾ പോകുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ജൂബിലി പെരുന്നാൾ ഇതുവരെ കൂടിയിട്ടില്ല എന്നുള്ളത്. ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ജൂബിലിയുടെ അന്ന് വെളുപ്പിനെ വന്ന് മരിയൻ റാലിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിനുശേഷം അത് കഴിയുമ്പോഴത്തേക്കും കുരിശുപള്ളിയിലൊക്കെ വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നൊവേനയൊക്കെ കൂടി പോകുന്നല്ലാണ്ട് അന്നത്തെ ദിവസം ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിലൊക്കെ വന്ന് കാണാനോ അതൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും കൊണ്ടുപോകത്തൊന്നുമില്ലായിരുന്നു. വീട്ടിൽ അപ്പച്ചായും ചേട്ടായും ഒന്നും അങ്ങനെ ഞങ്ങളെ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറുതായിരുന്നപ്പം പള്ളിയിൽ നിന്ന് മലയാറ്റൂർ മല കയറാനും പിന്നെ കൊടൈക്കനാൽ പിന്നെ അങ്ങനെയുള്ള ഇപ്പം മറന്നുപോയി ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒട്ടും ഇല്ലാത്ത പരിപാടിയാണ് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുക, ഇതുപോലെ പള്ളിപ്പെരുന്നാൾ കൂടാൻ പോവുക, എക്സ്പ്ലോർ ചെയ്യാൻ പോവുക, കാഴ്ചകൾ കാണാൻ പോവുക, മൂവിക്ക് പോവുക, പുറത്ത് പോയി ഫുഡ് കഴിക്കുക. ലൈഫിൽ ഒട്ടും ഇല്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുരിശുപള്ളി. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഇതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ സമയങ്ങളൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. നമ്മുടെ ഇടവപ്പള്ളിയിലെ പെരുന്നാൾ പോലും കൂടാൻ പറ്റിയിട്ടില്ല. പിന്നെ ജോലിയൊക്കെ കിട്ടി പ്രാരാബ്ദങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണോ വലിയ കാര്യം, ഇതിനൊക്കെ ആയിട്ട് ഇപ്പോൾ പൈസ കളയണോ, അങ്ങനെയൊക്കെയായിരുന്നു ചിന്തകൾ. അങ്ങനെ ഓട്ടപ്പാച്ചിലൊക്കെ ഒന്ന് നിർത്തി പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഈ ഒരു ഏജിലെത്തിയപ്പോഴത്തേക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ വേണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇഷ്ടംപോലെ യാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റണേന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ കൂടെയില്ലാത്തത് കൊണ്ട് യോഗയില്ല അമ്മണി എന്നും പറയാം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആവാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇനിയും കറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ടെൻഷനാവും. അത്യാവശ്യം ഒന്ന് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു, ഒരു എൻജോയ്മെൻറ്റൊക്കെ കിട്ടി കേട്ടോ. ഞങ്ങൾ മേടിച്ച സ്റ്റാർ അപ്പച്ചടയെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അപ്പച്ച അപ്പം തന്നെ സ്റ്റാറൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഈ താഴെ കാണുന്ന ചെറിയ സ്റ്റാർ പഴയതാണ്, ഞങ്ങൾ മേടിച്ചത് ഈ കാണുന്ന റെഡാണ് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് വേഗം വരാവേ. ബായ്.